അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും. അതേപോലെ ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയ്ക്കുള്ള അന്തരീക്ഷവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഇന്നലെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളോട് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു ബൽ ലജ്ജൂ ഫീ ഉതുവ്വിൻ വനുഫൂർ أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم أمن هذا الذي هو جند لكم ينصركم من دون الرحمن. കാരുണ്യവനായ അള്ളാഹുവിനെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതൊരു പട്ടാളക്കാരാണ് ഉള്ളത്? അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവിനെ വിട്ടിട്ടു കാരുണ്യവനായ പടച്ചുറബ്ബിനെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതൊരു സൈന്യമാണ് ഇവിടെ ഉള്ളത്? എന്താണ് മറുപടി? ഒരാളും ഇല്ല, അല്ലെ? ആര് ചോദിച്ചാലും പറയും, ഏത് ധിക്കാരിയായ ആളും പറയും, പടച്ച റബ്ബിനെ മാറ്റി നിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനെ വിട്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏത് പട്ടാളമാണ് ഇവിടെ ഉള്ളത്? ഇല്ല, ഒരാളും ഇല്ല. അതിന്റെ മറുപടി അതാണ്. അള്ളാഹുവിനെ വിട്ടിട്ട് ഇവിടെ സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖുർആൻ ചോദിക്കുന്നു, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. കാരുണ്യവനായ അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏത് സൈന്യമാണ് ഇവിടെ ഉള്ളത്? ആരുമില്ല. അള്ളാഹു അല്ലാതെ മറ്റൊരാളും സഹായിക്കാൻ ഇവിടെ ഇല്ല. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. സത്യനിഷേധികൾ വഞ്ചിക്കപ്പെട്ടവരാണ്. അവരെ ശൈത്താന്മാരാണ് വഞ്ചിച്ചത്. ഇസ്ലാമിന്റെ പ്രബോധനം അവരെ മുമ്പിൽ എത്തിയിട്ടും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അവരെ മുമ്പിൽ എത്തിയിട്ടും അവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരെ ശൈത്താന്മാർ വസ്വാസിയാക്കി അവർ വഞ്ചിക്കപ്പെട്ടവരാണ്. ഇത് പറയാനുള്ള കാരണം, അന്നൽ കാഫിരീന കാനൂ യംതനഊന അനിൽ ഈമാൻ. കാഫിരീങ്ങള് ഇസ്ലാമിന്റെ പ്രബോധനം എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ യഹൂദികൾക്കും നസാറാക്കൾക്കും കാഫിരീങ്ങൾക്കും ഇസ്ലാമിന്റെ പ്രബോധനം പറഞ്ഞു കൊടുത്തപ്പോൾ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ കലിമ ഷഹാദത്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. അവർ മാറി നിന്നു. വലാ യൽതഫിതൂന ഇലാ ദഅവത്തി റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കിയില്ല. അവർ ഉണ്ടാക്കിയ വിശ്വസിച്ചില്ല. റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിലേക്ക്, ദഅവത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല. നോക്കാതിരിക്കാൻ 2 കാരണങ്ങളാണ് ഇമാമിങ്ങൾ പറയുന്നത്. ഒന്നാമത്തത്, അവർക്കൊരു തീരുമാനമുണ്ട്. എന്തെന്ന്? അവർക്ക് നല്ലോണം സമ്പത്തുണ്ട്. നല്ലോണം സമ്പത്തും ആഫിയത്തും ആരോഗ്യം അവർക്കുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ട്. ഞങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതേപോലെ ഞങ്ങളെ സഹായിക്കാൻ സൈന്യങ്ങളുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമതവർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ ഖൈറാത്തുകൾ, ഈ നിഅമത്തുകൾ, ഇതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നത് ഞങ്ങൾ പൂജിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളാണ്, മൂർത്തികളാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തരുന്നത്. ഞങ്ങൾക്ക് നല്ലത് തരുന്നതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ തടുക്കുന്നതെല്ലാം ആരാണ്? ഞങ്ങൾ പൂജിക്കുന്ന ബിംബങ്ങളാണ്. അതുകൊണ്ട് പടച്ച റബ്ബിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ചോദിച്ചു,
അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. പടച്ച റബ്ബിനെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതൊരു പട്ടാളക്കാരാണുള്ളത്? കണ്ടില്ലേ കാറൂണിക്ക് സമ്പത്ത് കോടിയായിരുന്നോ? കാറൂണിക്ക് അനുയായികൾ കോടിയായിരുന്നോ? എല്ലാ അനുയായികൾ ഉണ്ടായിട്ടും എല്ലാ സമ്പത്തും അവനിക്ക് ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും പടച്ച റബ്ബിന്റെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടില്ലേ? അവൻ ഭൂമിയിലേക്ക് അല്ലാഹു താഴ്ത്തിക്കളഞ്ഞില്ലേ? അതേപോലെ ഫിർഔൻ, അവനിക്ക് എന്ത് ജനബലം കുറഞ്ഞിട്ടാണോ? സമ്പത്ത് കുറഞ്ഞിട്ടാണോ? അല്ല, പടച്ച റബ്ബ് പാഠം പഠിപ്പിച്ചു. ആരാണ് നിങ്ങളെ സഹായിക്കാൻ? ഏത് സൈന്യമാണ് ഉള്ളത്? ഇല്ല, ഒരാളുമില്ല. അവൻ ഫിർഔനും അതാ കണ്ണിൽ മുങ്ങി അവിടെ നശിച്ചു പോയി. അതാണ് ചോദിക്കുന്നത്, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. കാരുണ്യവനായ റബ്ബിനെ കൂടാതെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ ഏതൊരു സൈന്യമാണുള്ളത്? ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. ഒരാളും ഇല്ല, കാഫിരീങ്ങൾ സത്യത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. രണ്ടാമത് റബ്ബ് ചോദിക്കുന്നു, അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു ബൽ ലജ്ജു ഫീ ഉതുബ്ബിൻ വനുഫൂർ. നിങ്ങളെ ജീവിത സൗകര്യങ്ങളെ, നിങ്ങൾക്കുള്ള ജീവിത സൗകര്യങ്ങളെ, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന ആവശ്യങ്ങളെ, റിസ്ഖുകളെ അല്ലാഹു പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് ജീവിത സൗകര്യം പിന്നെ തരുന്നത്? യഥാർത്ഥ അർത്ഥം അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. അല്ലാഹുവിന്റെ റിസ്ഖിനെ അല്ലാഹു പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് റിസ്ഖ് തരുന്നവൻ ആരുണ്ട്? റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. ഞങ്ങളെ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലാഹു മഴയെ തടഞ്ഞു വെച്ചാൽ അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്തെല്ലാം വേണം, റിസ്ഖ് തടഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ജീവിത സൗകര്യത്തിന് എന്തെല്ലാം ആവശ്യമുണ്ട്, അതിനെ തടഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് തരുന്നവൻ ആരുണ്ട്? അല്ലേ? കുറച്ച സമയം മഴ വരേണ്ട ടൈമിന് മഴ വന്നില്ലെങ്കിൽ കൂടി എന്തെല്ലാം ആവും? ആ മഴയെ ഒരാൾക്ക് അല്ലാഹു തടഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഉണ്ടായ ആഫിയത്തിനെ അല്ലാഹു എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരാണ് ആ റിസ്ക്, ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത്? ആരുമില്ല. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇത് എല്ലാം അറിഞ്ഞിട്ടും ഈ കാഫിരീങ്ങൾ അവരെ ആ സത്യനിഷേധത്തിലും ആ കുഫറിലും അവർ കൂണ്ടുപിടിച്ചു പോയി. അവർക്കറിയാം ആരുമില്ല, ഇത് തടഞ്ഞു വെച്ചാൽ തരുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്നിട്ടും ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അവർ പാഠം പഠിച്ചില്ല. പിന്നെയോ അവർ സത്യനിഷേധത്തിലും കുഫറിലും അവർ കൂണ്ടുപിടിച്ചു പോയി. അങ്ങനല്ലേ? ചില ആള് എന്ത് പറഞ്ഞെങ്കിലും കേൾക്കാൻ, ഖുർആൻ ആയത്തൊരെ മുമ്പിൽ അവതരിപ്പിച്ചാലും സത്യം അവരെ മുമ്പിൽ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. അവർക്ക് അവരുടേതായ ഒരു തീരുമാനമാണ്. ഖുർആൻ പറയുന്നു, അല്ലാഹു അവന്റെ റിസ്ക്, അവൻ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സൗകര്യങ്ങളെ തടഞ്ഞു വെച്ചാൽ പിന്നെ ആരാണ് കൊടുക്കാനുള്ളത്? ആരുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും അതാ അവർ ആ സത്യനിഷേധത്തിലും ആ കുഫറിലും അവർ കൂണ്ടുപിടിച്ചു പോയി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ചോദ്യം, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് സത്യനിഷേധികളെ കുറിച്ചിട്ടും മുഅ്മിനീങ്ങളെ കുറിച്ചിട്ടാണ്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, തല താഴ്ത്തിയിട്ട് മൃഗങ്ങളെ പോലെ തലക്കീഴാക്കിയിട്ട് നടക്കുന്നവനാണോ അഹ്ദാ, വഴി അറിഞ്ഞവൻ,
സത്യത്തിന്റെ മാർഗത്തിൽ എത്തിയവൻ തല കീഴാക്കിയിട്ട് പോയെങ്കിണ്ടാവും. ആലോചനാക്കുന്നു. എതിർ നോക്കാണ്ട് തല കീഴാക്കിയിട്ട് പോയി എന്താവും? എവിടെ ഗുളിയുണ്ടു, എവിടെ എന്തുണ്ട്, എന്തും കൊഞ്ചാവൽ ചില ബബൂള കുഞ്ചാണസും. അവൻ ഉദ്ദേശിച്ച ആ മാർഗത്തിലേക്ക് എത്താൻ സാധ്യമല്ല. ഖുർആൻ ചോദിക്കുന്നു, തല കുത്തിയിട്ട് അല്ലെങ്കിൽ തലന്റെ മേലെ കാല് നീത്താക്കിയിട്ട് തലന്റെ മേലെ നടക്കുന്നവനാണോ അഹ്ദ ഹിദായത്ത് കിട്ടുന്നത്, സത്യത്തിലേക്ക് എത്തുന്നത്? അല്ല മുസ്തഖീം, രണ്ട് കാലിന്റെ മേലെ നിന്നിട്ട് മുഖം മേത്തയാക്കിയിട്ട് നടക്കുന്നവനാണോ യഥാർത്ഥത്തിൽ സത്യത്തിന്റെ മാർഗത്തിലുള്ളത്? ആരാണ്? ഒന്നിരിക്കലോ തലബഗ്ഗിട്ട് അവനിക്കും അവൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല. അതേപോലെ അല്ലെങ്കിൽ തലനെ മേലെന്നെ തല കീഴാക്കിയിട്ട് കാലുമേളാക്കി ആ നടക്കുന്നവനക്കും അവർക്ക് യഥാർത്ഥത്തിലേക്ക് എത്താൻ സാധ്യമല്ല. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മുസ്തഖീമായ വഴിയിൽ അവൻ രണ്ട് കാലിന്റെ മേലെ നിന്നിട്ട് എതിർ നോക്കിയിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ ഇത് മുഅ്മിനീനെ സംബന്ധിച്ചിട്ടും കാഫിറിനെ സംബന്ധിച്ചിട്ടും അല്ലാഹു തആല പറഞ്ഞതാണ്. അതായത് കാഫിറായി അള്ളാഹുവിലേക്ക് ധിക്കരിച്ച് നടക്കുന്നവർ അവർക്ക് ഒരിക്കലും സത്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല. അവർ നരകത്തിന്റെ ആളുകളാണ്, അവർക്ക് ഹിദായത്ത് കിട്ടൂല. അതേ സമയത്ത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് റബ്ബിനെ പേടിച്ച് ജീവിച്ചവർ അവർക്ക് നേരെയായ മാർഗത്തിൽ എന്താക്കാം? സ്വർഗത്തിലേക്ക് എത്താം. ഇതിന്റെ തഫ്സീറിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് കാഫിറിന്റെ ഉദാഹരണമാണ്, അവൻ അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്യുന്നതിന്റെ മേലെ അവൻ എന്താക്കിയിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. അവന്റെ തലന്റെ മേലെ അല്ലെങ്കിൽ തല കുത്തിയിട്ടുണ്ടാക്കും, ഖിയാമത്ത് നാൾ അവനെ യാത്രയാക്കപ്പെടും. അതേ സമയത്ത് മുഅ്മിനായ ആള് നല്ല വ്യക്തമായ റബ്ബിനെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് റസൂലിനെ കൊണ്ട് വിശ്വസിച്ച ആ മുഅ്മിനായ ആള് ഖിയാമത്ത് നാളിൽ നല്ല നിരക്ക് സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകും. മറ്റാളെന്താക്കും? തലന്റെ മേലെ എന്താക്കും? തല കുത്തിയിട്ട് അവനെന്താക്കും? അള്ളാഹു നടത്തിക്കും. അപ്പോ ബഹുമാനപ്പെട്ട നിർത്തുന്നു. ഇതിന് വിശദീകരിക്കാൻ പോയി ചമ്മ ടൈം ഒറ്റ വിശദീകാര അർത്ഥം മാത്രം പറഞ്ഞത്. ഖത്താദ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, തെറ്റു ചെയ്തവരെ ഖിയാമത്ത് നാളിൽ അവരെ തലക്ക് മേലെയാണ് അവർ നടത്തിക്കുന്നത്, തലന്റെ മേലെയാണ്, തല കുത്തിയിട്ടാണ് അവരെന്താക്കുന്നത്? യാത്രയാക്കപ്പെടുന്നത്. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ അള്ളാഹുവിനെ കൊണ്ടും ദീനിനെ കൊണ്ട് വിശ്വസിച്ച ആളെ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് നല്ല നിരക്ക് അവന്റെ രണ്ട് കാലിന്റെ മേലെന്താക്കും? നടത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പൊ ആരോ കേട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകൈഫ യംസൂന അലാ വുജൂഹിഹിം, എങ്ങനെ നബിയെ ഈ തലന്റെ മേലെ കുത്തിയിട്ട് തല കുത്തിയിട്ട് എങ്ങനെ നടക്കുന്നത്? ആ നടക്കാൻ സാധ്യമുണ്ടാ? അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഇന്നല്ലദീ അംസാഹും അലാ അഖ്ദാമിഹിം, രണ്ട് കാലിന്റെ മേലെ നടത്തിക്കാൻ കഴിവുള്ള അള്ളാഹ്ക്ക് അതാ മുഖത്തിന്റെ മേലെയും നടത്തിക്കാൻ കഴിയും. ഞങ്ങൾ രണ്ട് കാലിന്റെ മേലെ നടക്കാൻ ആര് കഴിവ് തന്നു? പടച്ച റബ്ബ് തന്നു. ആ പടച്ച റബ്ബിനിക്ക് തലന്റെ മേലെ തല കുത്തിയിട്ട് നടത്തിക്കാൻ സാധിക്കും. മറുപടി അവിടെ തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ തല കുത്തിയിട്ട് നടക്കുന്നവനാണോ യഥാർത്ഥത്തിൽ വഴി കാണുക? അതല്ല, നേരെയായിട്ട് ചൊവ്വായ റൂട്ടിൽ നടക്കുന്നവനാണ് വഴി കാണുക. ഇത് മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഉദാഹരണമാണ്. കാഫിറായ ആൾക്ക് നേരെയായ വഴിയിൽ കൂടി സ്വർഗത്തിൽ എത്താൻ സാധ്യമല്ല, അവൻ നരകത്തിലാണ് പോയി വീഴുന്നത്. അതേ സമയത്ത് മുസ്തഖീമായ നേരെയായ വഴിയിൽ അഥവാ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് അവർക്ക് നേരെയായ വഴിയിൽ കൂടി സ്വർഗത്തിലേക്ക് എത്താം. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിന് അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 22 ആയത്ത് കഴിഞ്ഞു. ഇതിന്റെ വിശദീകരണം ഒക്കെ ഇൻഷാ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് എന്താക്കാം പറയാം. ഇനി 2 ക്ലാസ്സോട് കൂടി ഇൻഷാ അല്ലാഹ് തീരും. നാളെ ഒരു ക്ലാസ്, ചൊവ്വാഴ്ച 27 ഉണ്ടാവില്ല, 16 ക്ലാസ്. നമുക്ക് എന്താക്കാം സമാപന ചെറിയ ദ്വാ നടത്താം.
അർഹമുർ-റഹീമായ അല്ലാഹു നമ്മളെ വെക്കുന്ന ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ-റഹീമായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനേ. ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ ബാണിയത്തിനും നീ ധാരാളം ഖൈറും ബറക്കത്തും നിഅമത്ത് നീ ചൊരിച്ചു തരണം അല്ലാ. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണം അല്ലാ. ഇത് അവസാനത്തെ റമളാനാക്കല്ല റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് റമളാൻ മാസത്തെ സ്വാഗതം ചെയ്യാൻ, റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.